വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ ബേലൂർ മഖ്നിയെ കർണാടകയിലേക്ക് തുരത്തി വനപാലകർ. ബൈരക്കുപ്പ ഭാഗത്തേക്കാണ് ആനയെ തുരത്തിയത്. എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് കബനി നദി. ഇതിന് കേരള കർണാടക അതിർത്തി മേഖലയാണ്. മച്ചൂരിൻ്റെയും അതോടൊപ്പം തന്നെ മരക്കടവിൻ്റെയും മധ്യത്തിലാണ് ഈ കബനി നദിയുള്ളത്. ഇത് കടന്നാണ് ബേലൂർ മഗ്ന ഇന്ന് പുലർച്ചെ ഈ ഭാഗത്തേക്ക് കേരള അതിർത്തിയിലേക്ക് കടന്നത്. രാവിലെ പുലർച്ചെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിവരത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ ഇവിടേക്ക് എത്തുകയും ഇവിടെ നിന്ന് കർണാടകയിലേക്ക് തൊട്ടപ്പുറത്തുള്ള ഈ കാണുന്ന പുഴയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് ആനയെ തുരത്തുകയുമായിരുന്നു ചെയ്തത്. ഈ കബനി നദി കടന്ന് ഇപ്പോൾ ഈ ഭാഗം മുള്ളംകൊല്ലി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളാണ്. അതോടൊപ്പം മരക്കടവ് എന്ന് പറയുന്ന സ്ഥലമെല്ലാം മരക്കടവ് 10 ഏക്കർ ജോസിൻ്റെ തെങ്ങിൻതോപ്പാണ് ഈ പുഴയ്ക്ക് എതിർവശത്തുള്ളത്. അവിടേക്കാണ് ആന എത്തിയത്. അതോടൊപ്പം തന്നെ ഈ മരക്കടവ് പള്ളിത്തോട്ടത്തിൻ്റെ പരിസരത്തേക്കും ആന എത്തി. ഇവിടെ നിന്ന് വനപാലകർ ആനയെ തുരത്തുകയാണ്. എതിർവശത്തുള്ള മച്ചൂർ മേഖലയിലേക്ക് ആനയെ തുരത്തുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബേലൂർ മഗ്ന ദൗത്യം വനവകുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചതിൻ്റെ അടിസ്ഥാനം നേരത്തെ ഇതിൻ്റെ അങ്ങേ തലയ്ക്കലാണ് ഈ കാട്ടിക്കുളം, ബാവലി തുടങ്ങിയ വനമേഖലകളുള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് ഈ നഗർഹോള വനമേഖലയിലൂടെ കടന്ന് ഒരു 10-30 കിലോമീറ്ററോളം കടന്ന് ആയിരിക്കണം ആന ഇവിടേക്ക് എത്തിയത്. ഏതായാലും ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള സാഹചര്യവും മറ്റും ഏതായാലും ഈ പ്രദേശത്തില്ല. ഇവിടെ നിന്ന് ഈ പുഴ കടത്തി ആനയെ മച്ചൂർ മേഖലയിലേക്ക് വനംവകുപ്പ് തുരത്തിയിട്ടുണ്ട്. ആശങ്ക വരുന്ന ഒരു സാഹചര്യം, ഈ മച്ചൂർ മേഖല എന്ന് പറയുന്നത് കർണാടകയിലെ ജനവാസ പ്രദേശങ്ങളാണ്. ഏതായാലും അവിടെ കർണാടക വനവകുപ്പ് ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആനയെ നാഗർഹോള വനത്തിലേക്ക് തന്നെ തുരത്താനുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നു. ഏതായാലും ദൗത്യം വനവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്ന് 10ാം ദിവസത്തിലേക്ക് ആ ദൗത്യം കടക്കുകയാണ്. ഇതിനുള്ള പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭൂപ്രകൃതിയുടെ സവിശേഷതയും മറ്റും ഈ ആനയെ പിന്തുടർന്ന് മയക്കുവെടി വെക്കുന്നതിന് ഒരു വലിയ തടസ്സമെല്ലാം നേരത്തെ സൃഷ്ടിച്ചിരുന്നു. അതോടൊപ്പം ഈ കർണാടക വനമേഖലയിലേക്ക് ഇത് തുടരെ കയറിപ്പോവുകയും ആ വലിയ ചെങ്കുത്തായ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ ഇടതൂർന്ന വനമേഖലയിലേക്ക് കയറിപ്പോകുന്നതിലായിരുന്നു ദൗത്യത്തിൻ്റെ പ്രധാന തടസ്സങ്ങൾ. ഏതായാലും ഇപ്പോൾ മച്ചൂർ വനമേഖലയിലേക്ക് ഈ ബേലൂർ മഗ്ന കയറിപ്പോയിരിക്കുന്നു. വനവകുപ്പിൻ്റെ ഒരു നിരീക്ഷണം ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സിഗ്നലുകൾ ഈ കേരളത്തിൻ്റെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ലഭിച്ചാൽ ദൗത്യസംഘം വീണ്ടും ഇവിടേക്ക് എത്തും. മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യും. ഏതായാലും ഡോക്ടർ അരുൺ സക്രേഡിയുടെ മറ്റും നേതൃത്വത്തിൽ കേരളത്തിൻ്റെ അതിർത്തി വനമേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ നിരീക്ഷണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനൂപ് KR തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.